ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയെ ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയെ നാദമായതു വേദമായതു നാദമായതു വേദമായതും ബോധമായതും ഏകനാഥൻ താൻ ബോധമായതും ഏകനാഥൻ താൻ ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ ക്രിസ്തുവായതു കൃഷ്ണനായതു ബുദ്ധനായതു ഏകനാഥൻ താൻ ബുദ്ധനായതു ഏകനാഥൻ താൻ ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ ആദിനാഥനായ എൻ്റെ ഗുരുനാഥൻ ആദിനാഥനായ എൻ്റെ ഗുരുനാഥൻ ആദിനാഥനായ എൻ്റെ ഗുരുനാഥൻ ആദിനാഥനായ എൻ്റെ ഗുരുനാഥൻ കലിയുഗത്തിൽ ഭഗ്യയായി ഉദയമായി വന്നു ആദിനാഥനായ എൻ്റെ ഗുരുനാഥൻ ആദിനാഥനായ കലിയുഗത്തിൽ ഭഗ്യയായി ഉദയമായി വന്നു കളങ്കമെല്ലാം നീക്കാൻ സർവദോഷം തീർക്കാൻ കളങ്കമെല്ലാം നീക്കാൻ സർവദോഷം തീർക്കാൻ സർവജ്ഞാനമോദാൻ ഭഗ്യയായി വന്നു ഓ കളങ്കമെല്ലാം നീക്കാൻ സർവദോഷം തീർക്കാൻ ഭഗ്യയായി വന്നു ഓ സർവജ്ഞാനമോദാൻ ഭഗ്യയായി വന്നു ഓ നിഷ്കളങ്ക ജ്ഞാനം എന്നിൽ ഭവിച്ചപ്പോൾ നിഷ്കളങ്ക ജ്ഞാനം എന്നിൽ ഭവിച്ചപ്പോൾ നിഷ്കളങ്ക ജ്ഞാനം എന്നിൽ ഭവിച്ചപ്പോൾ നിഷ്കളങ്ക രൂപൻ എന്നിൽ വസിക്കുന്നു ഓ നിഷ്കളങ്ക ജ്ഞാനം എന്നിൽ ഭവിച്ചപ്പോൾ നിഷ്കളങ്ക രൂപൻ എന്നിൽ വസിക്കുന്നു ഓ മാറ്റമില്ലാതുള്ള നിത്യസുഖം കണ്ടു മാറ്റമില്ലാതുള്ള നിത്യസുഖം കണ്ടു ഓ മാറ്റമില്ലാതുള്ള നിത്യസുഖം
ചെയ്യുവാൻ ശാശ്വത സുഖത്തെ എന്നിൽ ദാനം ചെയ്യുവാൻ മാറ്റമില്ലാതെ വാഴണമേ നാഥ ആ ശാശ്വത സുഖത്തെ എന്നിൽ ദാനം ചെയ്യുവാൻ ആ ശാശ്വത സുഖത്തെ എന്നിൽ ദാനം ചെയ്യുവാൻ മാറ്റമില്ലാതെ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ സത്യശുഭാനന്ദം വാഴണമേ എന്നും വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ സത്യശുഭാനന്ദം വാഴണമേ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ സത്യശുഭാനന്ദം വാഴണമേ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ സത്യശുഭാനന്ദം വാഴണമേ സത്യശുഭാനന്ദം വാഴണമേ കരുണ നിറഞ്ഞ കണ്ണ കരുണ ചൊരിയണമേ കരുണ നിറഞ്ഞ കണ്ണ കരുണ ചൊരിയണമേ അഗതികൾക്കകതാരിൽ കളിയാടിടണേ സദാ കളങ്കമില്ലാതെയുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ കളങ്കമില്ലാതെയുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ കളങ്കമില്ലാതെയുള്ള കരുണക്കാരെല്ലാം കണ്ണൻ കരുണ ചൊരിയണമേ നിഷ്കളങ്ക ജ്ഞാനഖഡ്ഗി ഉദയമായി വന്ന് സർവാത്മാക്കളിലുമുള്ള സർവ അന്ധകാരങ്ങളെയും ഭസ്മീകരിച്ച് ഉന്നതമാകുന്ന മഹാഭാഗ്യത്തിലേക്ക് അഥവാ പരമാനന്ദത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് ലോകവാഴ്ച നടത്തുമ്പോൾ ആ മഹാഭാഗ്യാനുഭവത്തിൽ എത്തിച്ചേരുവാൻ തക്ക വിധത്തിൽ ദൈവം സ്ഥാപിച്ച ആത്മബോധോദയ സംഘത്തിലേക്ക് അംഗങ്ങളായി ചേരുവാനും ഈ വിധത്തിൽ ഒത്തുചേർന്ന് ജീവിക്കുവാനും പരമഭാഗ്യം ലഭിച്ചിരിക്കുന്ന എൻ്റെ പുന്നോവന സന്താനങ്ങളെ വീണ്ടും ഒരു ഞായറാഴ്ച ഇപ്രകാരം ഒത്തുചേരുവാനും ആനന്ദിക്കുവാനും തക്കവിധം മഹാശക്തി അനുവദിച്ചു തന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ലോകരംഗത്ത് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധങ്ങളായിട്ടും അപകടങ്ങളായിട്ടും പലവിധത്തിലുള്ള രോഗങ്ങളായിട്ടുമൊക്കെ ദുരിത ദുഃഖങ്ങൾ അങ്ങനെ വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്നു കലിയുഗത്തിൽ. നമ്മളതിനൊക്കെ പരിഹാരം ശാസ്ത്രലോകം പലവിധത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു.
ആദ്യമുള്ളതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ചികിത്സാ സമ്പ്രദായങ്ങളും സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടിരിക്കുന്നു. ബഹുനില കെട്ടിടങ്ങളിൽ ആശുപത്രികൾ സ്ഥാപിച്ചിരിക്കുന്നു. സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഒക്കെ ആയിട്ട് അതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എന്തെല്ലാം സംവിധാനങ്ങൾ ലോകരംഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ അതിൻ്റെ യഥാർത്ഥമായ രക്ഷാവഴിക്കുള്ള മാർഗമല്ല. ഇതൊന്നും യഥാർത്ഥമായ സുഖത്തിലേക്ക് എത്തിക്കുവാനുള്ള മാർഗങ്ങളല്ല. ആദ്യം നമുക്കുണ്ടാവേണ്ടത് എന്താണ്? ദുഃഖം വന്നാൽ പരിഹരിക്കാൻ അതിനൊരു കാരണവും വേണം, അതിനൊരു ഉപായം വേണം. പക്ഷേ ദുഃഖം വരാതിരിക്കാനുള്ള കാര്യമാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അതാ നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇവിടുത്തെ പുതിയ ചികിത്സാ രീതി പോലെ തന്നെയാണ്. എവിടെയാണോ വേദന അവിടെ ഓയിൻമെൻറ്റ് പുരട്ടി കൊടുക്കുക. എന്തുകൊണ്ടാണ് ആ വേദന വരുന്നതെന്ന് കണ്ടുപിടിക്കുകയോ അതിനെ ചികിത്സിക്കുകയോ ചെയ്യുകയില്ല. കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും അവിടെ വലിയ പ്രശ്നങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കും. അത് കണ്ടുപിടിച്ചാലും അതിനെ പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ ലോകം അന്താളിച്ചിരിക്കുന്നു. കാരണം പല ശാസ്ത്രങ്ങളും പലതും കണ്ടുപിടിക്കാൻ പൂർണ്ണമായ പ്രാപ്തിയുള്ളവരല്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. തിന്മ വർദ്ധിക്കുമ്പോഴാണ് ദുഃഖം വർദ്ധിക്കുന്നത് എന്ന സത്യം ആത്മബോധോദയ സംഘാംഗങ്ങളെങ്കിലും മനസ്സിലാക്കണം. ദുഃഖസുഖങ്ങൾക്കുള്ള കാരണം നാന്തര ഒരു കീർത്തനമുണ്ട്. ദുഃഖസുഖങ്ങൾക്കുള്ള കാരണം കർമ്മം തന്നെ. ദുഃഖവും സുഖവും വരുന്നത് കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്. അല്ലാതെ ആർക്കും എവിടെ ഒന്നും കടം വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമേ അല്ലിത്. ഇപ്പം ജന്മജന്മാന്തരമായി കടന്നു വന്ന വഴികളിൽ നിങ്ങൾ സമ്പാദിച്ചു വച്ചിരിക്കുന്നതൊക്കെ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അന്താളിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല. സുഖം അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സൽക്കർമ്മം മാത്രം ചെയ്ത് ജീവിക്കാൻ പരിശ്രമിക്കണം. അങ്ങനെ സൽക്കർമ്മം മാത്രം ചെയ്ത് ജീവിക്കണമെങ്കിൽ അതിൻ്റേതായ അറിവുണ്ടാവണം. ആ അറിവാണ് ഈശ്വരൻ അവതാരമായി വന്ന് നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. ആ അറിവിൽ കൂടി കൃത്യമായ ജീവിതം ചെയ്യുവാനാണ് ഞാൻ ഈ ആഴ്ച തോറും നിങ്ങളെ ഉപദേശിക്കുന്നത്. എന്തിനാ അങ്ങനെ ഉപദേശിക്കുന്നത്? നിങ്ങളിൽ ദുഃഖം ഉണ്ടാകാതിരിക്കാനും സുഖത്തെ തിരിച്ചറിഞ്ഞ് സുഖരൂപനോട് ചേർന്ന് ജീവിക്കുവാനുമാണ്. സുഖം എവിടെയാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖരൂപനോട് എപ്പോഴും ബന്ധവും സ്നേഹവുമായിരിക്കും. തിരിച്ചറിയാത്തിടത്തോളം എന്തായിരിക്കും? വിമർശനങ്ങളും കുൽസിത പ്രവർത്തനങ്ങളുമായിരിക്കും. അപ്പം ആ തിരിച്ചറിവിലേക്ക് എത്തണമെങ്കിൽ ഈ നിയമം പാലിച്ചേ മതിയാവും. അപ്പോൾ ഉന്നതനാകുന്ന ദൈവം അവതരിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ അറിവുകൾ സുഖം നിന്റെ ആത്മാവിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. അതിനെ നിരന്തരം അനുഭവിച്ച് ആനന്ദത്തിലേക്കും, ആനന്ദം നിരന്തരം അനുഭവിച്ച് നിത്യാനന്ദത്തിലേക്കും, നിത്യാനന്ദ പദത്തിൽ എത്തി നിന്നുകൊണ്ട് ശുഭാനന്ദത്തിലേക്കും നീ അനുഭവമുള്ളവനായി തീരുവാൻ, അല്ലെങ്കിൽ അനുഭവമുള്ളവളായി തീരുവാൻ സർവശക്തി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ മഹാവേദി അഹങ്കാരം കാണിച്ചും ദുഷ്ടമായ ചിന്തകളോടുകൂടിയും ഒന്നും നശിപ്പിച്ചു കളയരുത്. ലോകരംഗത്ത് പല വിധത്തിലുള്ള കാര്യങ്ങൾ, ഒരു വിധത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് ജനകോടികൾ ചെയ്യുന്നല്ലോ, പിന്നെ ഞങ്ങൾക്കെന്താ എന്ന് ആരും ചിന്തിച്ച് ആപത്തിലും അക്രമങ്ങളിലൊന്നും അകപ്പെട്ടു പോകരുത്. അനർത്ഥവും അപകടവും പതിയിരിക്കുന്ന ലോകമാണ്. വളരെ ശ്രദ്ധയോടുകൂടി ജീവിതം ചെയ്യണം. അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ തീരുമാനം ചെയ്തിരിക്കുന്ന നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ നിങ്ങൾക്കും ദുഃഖമുണ്ടാകും. ആ ദുഃഖം വരാതിരിക്കുവാൻ വേണ്ടി എപ്പോഴും കരുതലോടുകൂടി ജീവിക്കുക. മരണക്കിടക്ക വരെയും തിരുകൽപ്പനകൾ പാലിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഗുരുമുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളവർ എല്ലാവരും ഒന്ന് കൈയടിച്ച് കേട്ടപ്പോൾ. അപ്പോൾ നിഷ്കളങ്ക സ്വരൂപനാകുന്ന സദ്ഗുരുവിൻ്റെ, സൂക്ഷ്മസ്വരൂപനാകുന്ന സദ്ഗുരുവിൻ്റെ മുൻപാകെയാണ് ഈ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് പ്രകാരം നിങ്ങൾ ജീവിതം ചെയ്യണം. മനസാ വാചാ കർമ്മണ സത്യം പാലിച്ചിടേണം. മനസാ വാചാ കർമ്മണ സത്യം പാലിച്ചിടേണം.
ഓ സത്യസ്വരൂപനിൽ നിൻ ചിത്തമുറച്ചിടണം. സത്യത്താൽ തിളങ്ങുന്ന ചിത്തത്തിൽ സദാ നേരമോ സത്യത്താൽ സത്യത്താൽ തിളങ്ങുന്ന ചിത്തത്തിൽ സദാ നേരമോ സത്യസ്വരൂപൻ തൻ്റെ തിരുനടനമുണ്ടാകും. സത്യത്താൽ തിളങ്ങുന്ന ചിത്തത്തിൽ സദാ നേരമോ സത്യത്താൽ തിളങ്ങുന്ന സത്യസ്വരൂപൻ തൻ്റെ തിരുനടനമുണ്ടാകും. ദോഷങ്ങൾ ഒഴിക്കുവാൻ അജ്ഞാനം തകർക്കുവാൻ ദോഷങ്ങൾ ദോഷങ്ങൾ ഒഴിക്കുവാൻ അജ്ഞാനം തകർക്കുവാൻ സദ്ഗുരുദേവൻ തൻ്റെ ആനന്ദ നൃത്തം മതി. ദോഷങ്ങൾ ഒഴിക്കുവാൻ അജ്ഞാനം തകർക്കുവാൻ ദോഷങ്ങൾ സദ്ഗുരുദേവൻ തൻ്റെ നൃത്തമാതൊന്നു മതി. നൃത്തമാതൊന്നു മതി. സദ്ഗുരുദേവൻ തൻ്റെ നൃത്തമാതൊന്നു മതി. ഉന്നതനാകുന്ന ഗുരുവിൻ്റെ തിരുവായ്മൊഴികളിലൂടെ നിങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ അറിവുകൾ കൃത്യവും സത്യവുമായി പരിപാലിച്ചുകൊണ്ട് ലോകത്തിൽ ജീവിച്ചാൽ ഒരു ദുഃഖവും നമ്മളെ ബാധിക്കുകയില്ല. ജന്മജന്മാന്തരമായുള്ള ദോഷങ്ങൾ പോലും മാറ്റിക്കളയുവാനുള്ള ശക്തി ആ അറിവിനുണ്ട്. പക്ഷേ കൃത്യമായും സത്യമായും ഇതിനെ പരിപാലിക്കണം, വളരെ ശക്തിയോടുകൂടി പരിപാലിക്കണം. അല്ലാതെ അങ്ങോട്ട് വെച്ച് നടക്കുവാണെങ്കിൽ നടക്കട്ടെ, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അങ്ങനെ പോയാൽ പറ്റില്ല. കിട്ടണം, എനിക്ക് വേണം. എന്തു വേണം? നിത്യാനന്ദം എനിക്ക് വേണം എന്ന് ആര് തീരുമാനിക്കണം? ഓരോരുത്തരും തീരുമാനിക്കണം. ഇപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിന് വേണ്ടി സീറ്റ് അന്വേഷിച്ച് ഓടുകയാണ്. എനിക്കത് വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കർശനമായ സങ്കല്പങ്ങളോടുകൂടി അത് നിർവഹിക്കാൻ കഴിവുള്ളവർക്ക് കൃത്യമായിട്ട് അത് ലഭിച്ചിരിക്കും, അല്ലേ? പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ അല്പം മാറ്റമൊക്കെ വരുമ്പോൾ വലിയ സങ്കടമൊക്കെ വരും. ഗുരുവിൻ്റെ ഇച്ഛയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കാനും ഒരു പ്രാപ്തി ഉണ്ടാവണം. അല്ലെങ്കിൽ അതിനു മുമ്പേ അതിന് തക്ക വിധം സങ്കല്പിക്കണമായിരുന്നു. സങ്കല്പത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പം ആഗ്രഹിച്ചൊരു കാര്യം നേടിയെടുക്കാൻ മനുഷ്യന് കഴിവുണ്ട്. എന്നാൽ ഇങ്ങനെയൊന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആനന്ദം മതിയെ, എനിക്ക് ആനന്ദം മതിയെ,
അടുത്ത വരി ഇപ്പം പാടണ്ട, പിന്നൊരവസരത്തിൽ പാടാം. അടുത്തത് ഇപ്പം പിന്നൊരവസരത്തിൽ പാടേണ്ടതാ, അറിയേണ്ടതുമാണ്. പക്ഷേ എല്ലാവരും അത് നിർവഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും പാടി ഭഗവാനെ എന്തിനാ കളിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ സർവ്വതാ നിലനിർത്തിക്കൊണ്ട് നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ വെള്ളിയാഴ്ചയും അത് കഴിഞ്ഞുള്ള കാർത്തിക പക്കനാളും വായിൽ മകയിരം എന്ന് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാർത്തിക പക്കനാളും അതിനോടനുബന്ധിച്ച് കാട്ടുപള്ളി ശാഖാശ്രമത്തിൻ്റെ വാർഷികവും അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ആ പരിപൂർണ തേജസ്സോടുകൂടി ഇതാ ഞായറാഴ്ച ആരാധനയും വന്നുചേർന്നിരിക്കുന്നു. ഇതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിൽ ആനന്ദമായി ഭവിക്കുവാൻ തക്കവിധം മഹാശക്തി ആരാധനയിൽ കൂടി നിങ്ങളെ അനുഗ്രഹിക്കുവാനാകട്ടെ. സദ്ഗുരുപാദം ഭജി ഭജി മാനസമേ. ഭജ ഭജ മാനസമേ സദ്ഗുരുപാദം ഭജ ഭജ മാനസമേ. ഭജ ഭജ ആത്മജ്ഞാനങ്ങളല്ല പരമാത്മാവ് ഉദിപ്പിക്കും. ആത്മജ്ഞാനങ്ങളല്ല പരമാത്മാവ് ഉദിപ്പിക്കും. ആത്മാവിൽ തോറും വസിക്കണേ പരമാത്മാ. ആത്മജ്ഞാനങ്ങളല്ല പരമാത്മാവ് ഉദിപ്പിക്കും. ആത്മാവിൽ നിന്നും തോറും വസിക്കണേ പരമാത്മാ. ഭജി ഭജി മാനസമേ സദ്ഗുരുപാദം ഭജി ഭജി മാനസമേ. ഭജി ഭജി സർവത്തിനും ആധാരഭൂതമായി നിൽക്കുന്ന ഗുരുവിന്റെ പാദം, സർവത്തിനും ആധാരഭൂതമായി നിൽക്കുന്ന പരമഗുരുവിന്റെ തൃപ്പാദം, അതിൽ സർവ്വതുമുണ്ട്. ആ പാദം ആശ്രയിക്കുന്ന അവസ്ഥ, ആ തൃപ്പാദം ആശ്രയിക്കുന്ന അവസ്ഥ ഓരോ ഹൃദയത്തിലും ആവിർഭവിക്കുവാൻ വേണ്ടിയുള്ള പ്രചോദനം നൽകുന്നതാണ് ഈ കീർത്തനങ്ങൾ. ഓരോ ആത്മാവിനും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം നൽകുന്നതാണ് ഈ കീർത്തനങ്ങൾ. ആ ആത്മാവിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹം സ്വമേധയാ ഉണ്ടാവണം. ആത്മാവിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹം സ്വമേധയാ ഉണ്ടാകണം. സ്വയംഭായ ഭക്തി സ്വയമേ ഉണ്ടായാൽ സ്വയം പ്രകാശമാം ഗുരുവിനെ കാണാം. സ്വയംഭായ ഭക്തി സ്വയമേ ഉണ്ടായാൽ സ്വയം പ്രകാശമാം ഗുരുവിനെ കാണാം. പക്ഷെ ആ സ്വയംഭായ ഭക്തി മായാമറ കൊണ്ട് മറയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ആ സ്വയംഭായ ഭക്തി മായാമറ കൊണ്ട് മറയപ്പെട്ടു. അതിനെ ഒന്ന് പുറത്തെടുക്കാനാണ് ഈ പ്രചോദനമേകുന്നത്. അതിനെ ഒന്ന് പുറത്തെടുക്കുവാനാണ് ഈ പ്രചോദനം. ശക്തമായ ശബ്ദങ്ങളും ശക്തമായ കീർത്തനങ്ങളും ശക്തമായ നിർദ്ദേശങ്ങളും അതിനുവേണ്ടിയാണ് ദാനം ചെയ്യുന്നത്. ശക്തമായ നിശബ്ദങ്ങളും ശക്തമായ കീർത്തനങ്ങളും ശക്തമായ നിർദ്ദേശങ്ങളും അതിനുവേണ്ടിയാണ് ഭഗവാൻ ദാനം ചെയ്യുന്നത്. വർഷങ്ങളായി പൂട്ടിക്കിടന്ന ഒരു ഭവനത്തിന്റെ വാതിൽ, വർഷങ്ങളായി പൂട്ടിക്കിടന്ന ഒരു ഭവനത്തിന്റെ വാതിൽ ഓടിച്ചെന്നങ്ങോട്ട് താക്കോലിട്ട് തുറന്നാൽ അത് തുറന്നു വരികയില്ല. ഓടിച്ചെന്നങ്ങോട്ട് താക്കോലിട്ട് തുറന്നാൽ അത് തുറന്നു വരികയില്ല. എന്താ കാരണം? അത് തുരുമ്പും അഴുക്കും ഒക്കെ പിടിച്ചതങ്ങ് വല്ലാതെ മുറുകിപ്പോയി. അത് തുരുമ്പും അഴുക്കൊക്കെ പിടിച്ചത് വല്ലാതെ മുറുകിപ്പോയി. അപ്പൊ പലവട്ടം അതിനകത്ത് തിരിക്കുകയും പിരിക്കുകയും അതിനകത്ത് എണ്ണ ഒഴിക്കുകയും ഇപ്പൊ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ലൂബ്രിക്കേഷൻ ഒക്കെ ഒഴിച്ച് അത് തിരിച്ച് വളരെ പാടുപെട്ടെങ്കിലേ തുറന്നു വരികയുള്ളൂ. ലൂബ്രിക്കേഷൻ ഒക്കെ ഒഴിച്ച് വളരെ പാടുപെട്ടെങ്കിലേ തുറന്നു വരികയുള്ളൂ. വളരെ നിസ്സാരമായി തുറന്നുകൊണ്ടിരുന്ന വാതിലാണ്. വളരെ നിസ്സാര
ഭാരമായി തുറന്നുകൊണ്ട് പക്ഷേ ഈ വർഷങ്ങളുടെ പഴക്കം വന്നപ്പോ വർഷങ്ങളുടെ പഴക്കം വന്നപ്പോൾ ശക്തമായ ഇടപെടലുകളും പല കാര്യങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ശക്തമായ ഇടപെടലും പല കാര്യങ്ങളും അതിലേക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വളരെയധികം സമയമെടുത്തു വളരെയധികം സമയം അത് തുറന്നു കിട്ടാൻ. ഇതുപോലെ മായാമറ കൊണ്ട് മൂടിയിരിക്കുന്ന മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ട് അതിലേക്ക് നിഷ്കളങ്ക ജ്ഞാനത്തെ ആവിർഭവിപ്പിച്ച് സ്വയംഭായ ഭക്തി സ്വയമേ പ്രകാശിപ്പിച്ച് നിന്റെ കർമ്മഫലം നിന്നിൽ എത്തിക്കുവാൻ കരുണയോടുകൂടി മഹാശക്തി ഇതാ പ്രത്യക്ഷമായി വാഴുകയാണ്. അവനവന്റെ കർമ്മഫലം കൊണ്ടല്ലാതെ അവനവൻ ആത്മരക്ഷയ്ക്ക് വേറെ വഴിയില്ല. കർമ്മം ചെയ്തിടാതെ ദുഃഖസുഖമില്ല. കർമ്മം ചെയ്തിടാതെ ദുഃഖസുഖമില്ല. കർമ്മം കർമ്മഫലത്തെ അറിയും ദേവദേവാ ദേവദേവാ ഗുരുദേവാ ദേവദേവാ ഗുരുദേവാ ദേവദേവാ ഗുരുദേവാ ദേവദേവാ കർമ്മമാണ് ഓരോരുത്തരെയും നല്ലതിലേക്കും തീയതിലേക്കും നയിക്കുന്നത്. അപ്പൊ നിന്റെ നല്ല കർമ്മം കൊണ്ട് നിനക്ക് സുരക്ഷിതമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ ഓരോ ആത്മാവിനെയും അതിന് പരിശീലിപ്പിക്കുവാനാണ് പരിശീലകനായി മഹാശക്തി മർത്യനായി വാഴുന്നത്. ബ്രഹ്മജ്ഞാനോപദേശ രൂപനായി മഹാശക്തി തന്നെ വാണിരുന്നുകൊണ്ട് ഇതെല്ലാം പരിശീലിപ്പിക്കുകയാണ്. പക്ഷെ ഇതൊന്ന് തിരിച്ചറിയണം. മർത്യനായി വന്ന് മണ്ണിൽ വാഴുന്നത് കൊണ്ട് ഞങ്ങളെ പോലെ ഒരാളാണല്ലോ ഇതെന്ന് കരുതി പോയാൽ വലിയ അപകടവും അനർത്ഥവും ഉണ്ടാക്കും. ഇതിനുള്ളിൽ വസിക്കുന്ന മഹാശക്തിയെ തിരിച്ചറിയണം. അകക്കാമ്പിൽ വസിക്കുന്ന അകക്കണ്ണു അറിയണം. അകക്കാമ്പിൽ അകക്കാമ്പിൽ വസിക്കുന്ന അകക്കണ്ണു അറിയണം. അകവും പൂർവവും ഭരണം ചെയ്യും അറിവിനെ. അകവും ഭരണം ചെയ്യും അറിവിനെ. അകവും പൂർവവും ഭരണം ചെയ്യും അറിവിനെ. അകതാരിൽ വസിക്കുന്ന ആത്മാവ് അതാണ് അകക്കണ്ണ്. ആ ആത്മാവ് അറിയണം എന്ത്? അകവും പുറവുമായി വസിക്കുന്ന ഈ പരമാത്മ രൂപത്തെ. അതുകൊണ്ട് മാത്രമേ ഇതറിയാൻ കഴിയുള്ളൂ. ഒരിടത്തും ഒരു രക്ഷയില്ലാതെ ആ ദുഃഖഭാരവുമായി ഓടി സദ്ഗുരുപാദത്തിലേക്ക് എത്തുമ്പോ സാരമില്ല കുഞ്ഞെ വിഷമിക്കാതെ ഞാൻ പരിഹരിച്ചിരിക്കുന്നു എന്ന ശബ്ദത്തോടുകൂടി വീണ്ടെടുക്കുന്ന ലക്ഷോപലക്ഷം ആത്മാക്കളാണ് ഈ ആത്മബോധോദയ സംഘാംഗങ്ങളായി ഇന്ന് നിലവിലുള്ളത്. ആദ്യം ഇതൊക്കെ കേട്ടപ്പോ ഒരുപക്ഷെ കേൾക്കുന്ന സമയത്ത് സംശയം തോന്നിയേക്കാം. ഇങ്ങനെന്ന് പറഞ്ഞ ഇത് എങ്ങനെ പരിഹരിക്കാനാ? ഇതിന് വല്ല വല്ല കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? വല്ല ഹോമങ്ങളൊക്കെ ചെയ്യണ്ടേ? സുദർശന ഹോമമൊക്കെ നടത്തണ്ടേ എന്ന് വേണ്ട പല സംശയങ്ങളും പലർക്കും തോന്നിയേക്കാം. വലിയ വലിയ ഹോമങ്ങൾക്കും വലിയ വലിയ യജ്ഞങ്ങൾക്കും ഒക്കെ നീട്ടി എഴുതിയ ചാർത്തുകളൊക്കെ
നിൽക്കുമൊക്കെ നീട്ടിയെഴുതിയ ചാർത്തുകളൊക്കെ വിളക്കിന്റെ ദീപത്തിൽ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ദോഷം ഞാൻ തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടെടുത്ത ഗുരുവാണ് ശുഭാനന്ദ. വിളക്കത്തിന്റെ ദീപത്തിൽ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ഞാൻ ദോഷം തീർത്ത് വീണ്ടെടുത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ച ശബ്ദം കൊണ്ടു പാപശാപം ആകെയും തീർക്കണ്ട ദൈവം. ഇത് ഞാൻ വെറുതെ പറയുന്നതാണോ? ഭഗവാൻ വെറുതെ കൽപ്പിക്കുന്നതാണ്. ഇത് അനുഭവമുള്ളവരൊന്ന് കൈയടിച്ചു കേട്ടാ. അപ്പോ ഈ ശബ്ദം കൊണ്ട് നിന്റെ ദോഷം തീർക്കാൻ കഴിവും അധികാരവുമുള്ള ജഗദീശ്വരനാണ്. ഈ മർത്യാകൃതി കൈക്കൊണ്ട് ലോകത്തിൽ വാഴുന്നതെന്ന് നീ ഒന്ന് തിരിച്ചറിയണം. അവിടെയാണ് ഗുരുശിഷ്യ ബന്ധം ആരംഭിക്കുന്നത്. സത്യം കേൾക്കുമ്പോൾ അത് അകതാരിൽ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി വരണമെങ്കിൽ, നിന്റെ പ്രവൃത്തിയായി വരണമെങ്കിൽ എങ്ങനെയായി തീരണം? എന്നിലേക്ക് അറിവ് തന്നത് പരമാത്മാവാണെന്ന് നീയാകുന്ന ജീവാത്മാവ് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ആരംഭിക്കുന്നിടത്താണ് ശിഷ്യൻ ഉണരുന്നത്. പണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ കാലത്ത് സ്വാമി വിവേകാനന്ദൻ പലവിധ പരീക്ഷണങ്ങൾ നടത്തിയാണ് ഗുരുവിനെ സ്വീകരിച്ചത്. ആദ്യം ഉണ്ടായിരുന്ന സംശയം ദൂരീകരിച്ചു. അതിന് കൃത്യമായ ഒരു മറുപടി കിട്ടി, സംതൃപ്തിയായി. എങ്കിലും വീണ്ടും സംശയങ്ങൾ തോന്നി. അപ്പോ ആ സംശയം ശിഷ്യനുണ്ടായെന്ന് ഗുരുവിന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ വലിയ തത്വങ്ങളാണ് അതിനിടയിലും സംസാരിക്കുന്നത്. അതിനിടയിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആ കാലിന്റെ പെരുവിരൽ കൊണ്ട് ശിഷ്യനെ ചെറുതായിട്ടൊന്ന് സ്പർശിച്ചു. ബോധമറ്റ് നിലംപതിച്ചു. ആര്? സ്വാമി വിവേകാനന്ദനായി തീർന്ന നരേന്ദ്രൻ. അവിടെ വെച്ച് ആ ശക്തിവിശേഷം തിരിച്ചറിയുകയായി. ഇതുപോലെ ഗുരുവിനെ പരീക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ വിധത്തിലാകാം. പക്ഷേ ഉപ്പുപാവ കടലിന്റെ ആഴവിളക്കുന്നതിലാകരുത്. അതേപോലെ അറിവും പ്രാപ്തിയുമുള്ളവർക്ക് മാത്രമേ ആ വിധത്തിൽ ചിന്തിക്കുവാനും ആ പ്രാപ്തനാകുന്ന ഗുരുവിനെ പ്രാപ്തിതമാക്കിയെടുക്കാനും കഴിയുള്ളൂ. ആ വിധത്തിൽ പരിശോധിക്കാൻ കഴിയും. ആ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ വിധത്തിൽ അറിവുള്ളവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അല്ലാതെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലെ ഗുരുവിനെ പരിശോധിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി യാതൊരു സ്വാർത്ഥചിന്തയും ഇല്ലാതെ പരമാർത്ഥം അറിയുവാൻ ആഗ്രഹിച്ചെത്തുന്നവർക്ക് പരമാർത്ഥം തെളിയിക്കുവാൻ പരമാത്മാവ് ലോകത്തിൽ വാഴുകയാണ്. അത് നീ തിരിച്ചറിയുമ്പോൾ അവിടെ ശിഷ്യൻ ഉണരുകയാണ്. അവിടെ നിന്ന് നിന്റെ ശിഷ്യത്വം വളരുകയാണ്. ആ ശിഷ്യത്വത്തിന്റെ പൂർത്തീകരണത്തിലാണ് ഗുരുത്വം പൂർത്തീകരിക്കുന്നത്. ഗുരുത്വം പൂർത്തീകരിക്കുമ്പോഴാണ് ഗുരുരൂപം നിന്റെ രൂപമായി തീരുന്നത്. ഗുരുരൂപം ആത്മരൂപമായി കഴിഞ്ഞാൽ പിന്നെ ആനന്ദമേ ഉള്ളൂ. അങ്ങനെ ഓരോ ആത്മാവിനെയും ഗുരുരൂപമാക്കി തീർക്കുവാൻ സദ്ഗുരു അവതാരമായി വന്ന് സത്യം ഉപദേശിക്കുകയാണ്. ആ സത്യം നിന്റെ മനസ്സാ വാച കർമ്മണ ഉള്ള ജീവിതം കൊണ്ട് നീ പ്രകാശിപ്പിക്കണം. നല്ല ഉടുപ്പും നല്ല പാന്റും അല്ലെങ്കിൽ നല്ല സാരിയും നല്ല ചുരിദാറും ഒക്കെ ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് സത്യമാവുകയില്ല. ഒരിക്കലും ആവുകയില്ല. ഹൃദയപരിശുദ്ധിയാണ് ഈ ഹൃദയശൂന്യനാകുന്ന ദൈവം സ്വീകരിക്കുന്നത്. ആ സ്വീകരണത്തിലാണ് നിനക്ക് ഈ ആനന്ദം അനുഭവമാകുന്നത്. അപ്പോ ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള വഴി സർവമാലിന്യങ്ങൾ
സർവമാലിന്യങ്ങളും കഴുകിക്കളയുവാനുള്ള ശുദ്ധീകരണത്തിനുള്ള വഴി, സർവമാലിന്യങ്ങളും കഴുകിക്കളയുവാനുള്ള ശുദ്ധീകരണത്തിനുള്ള വഴി പരമപരിശുദ്ധനാകുന്ന പരമാത്മാവ് തന്നെ ഓതി ഭവിപ്പിക്കുകയാണ്. പരമപരിശുദ്ധനാകുന്ന പരമാത്മാവ് തന്നെ ഓതി ഭവിപ്പിക്കുക. അത് നിന്റെ അന്തരാത്മാവിലൊന്ന് ഭവിക്കണം. നമ്മുടെ അന്തരാത്മാവിൽ അതിനെന്ത് ചെയ്യണം? തുറക്കുക നിന്റെ ഹൃദയം, പറന്നു ഞാൻ നിന്നിൽ വസിക്കട്ടെ. തുറക്കുക നിന്റെ ഹൃദയം, പറന്നു ഞാൻ നിന്നിൽ വസിക്കട്ടെ. വസിക്കുവാനായി കൊതിക്കുന്നു, പരമാനന്ദത്തിൽ ലയിക്കുവാൻ. അപ്പോൾ ഇത് തുറന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം മനുഷ്യാത്മാക്കൾക്കുണ്ട്. തുറന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം മനുഷ്യാത്മാക്കൾക്കുണ്ട്. ചില കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങൾ എടുത്ത് കൈ വെച്ചുകൊണ്ടെങ്കിൽ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഇരുന്നാൽ, ചില കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങൾ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ എന്തെല്ലാം ബലം പ്രയോഗിച്ചാലും ഈ കുഞ്ഞ് തിരിച്ചു തരുകയില്ല. നമ്മൾ എന്തെല്ലാം ബലം പ്രയോഗിച്ചാലും ഈ കുഞ്ഞ് തിരിച്ചു തരില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വില കൊടുത്ത് വാങ്ങിയ വസ്തുവാണ്. നമ്മൾ വില കൊടുത്ത് വാങ്ങിയ വസ്തുവാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഉപയോഗിക്കാൻ കുഞ്ഞ് അതൊരു കളിപ്പാട്ടമായിട്ട് അങ്ങ് എടുത്തു. കുഞ്ഞതൊരു കളിപ്പാട്ടമായിട്ട് എന്നിട്ട് മുറുക്കി പിടിച്ചിരിക്കുക. ഇല്ല, ഞാൻ തരില്ല, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഇത് എന്ത് ചെയ്യും? അവൻ പ്രയോഗിക്കുന്ന ബലം തിരിച്ച് മാതാപിതാക്കൾക്ക് അവനോട് പ്രയോഗിക്കാൻ തോന്നുകയില്ല. അങ്ങനെ അവന് നോവുമല്ലോ എന്നൊരു ചിന്ത വരും. ആ ദയുണ്ടാവും, കാരുണ്യം ഉണ്ടാവും. അതുകൊണ്ട് വലിയ ബലം നമുക്ക് മാതാപിതാക്കൾക്ക് പ്രയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോ സർവകാരുണ്യത്തിന്റെയും സർവസ്നേഹത്തിന്റെയും സർവദയയുടെയും മൂർത്തിമദ്ഭാവമാകുന്ന ജഗദീശ്വരൻ ഉദയമായി വന്നു നിന്നുകൊണ്ട് താൻ തന്നിൽ കണ്ട ആനന്ദത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഉത്ഭവിച്ച ആത്മാവിനെ തിരികെ എടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ ആത്മാവ് പറയുകയാണില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധം കാണിക്കാൻ പറ്റുകയില്ല. കാരണം അവന് വേദനിക്കുമെന്നൊരു ചിന്ത ഗുരുവിന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. പിന്നെ എന്ത് ചെയ്യും? അല്പാൽപമായുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ബന്ധിപ്പിച്ച് ഇവൻ സ്വയം ഈ അറിവിലേക്ക് എത്തുകയും ആ സർവാത്മന സമർപ്പണമായി ഇവിടെ കൊണ്ടുവെക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാക്കി തീർക്കും. അതാണ് അറിവാകുന്ന ഗുരുവിന്റെ വഴി. ആ കുഞ്ഞിന്റെ ആ കാര്യത്തിനോടുള്ള ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ച് ദൂരെ വെച്ച് നമ്മൾ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടി അവന്റെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കുമ്പോ ഈ വിലപിടിപ്പുള്ള സാധനം അവിടെ വെച്ചിട്ട് അതിലേക്ക് വരുന്നത് പോലെ ഈ ആത്മാവ് സ്വയം തീരുമാനിക്കും, എന്റെ ഗുരുവിനെ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല. അറിവേ എന്റെ ഗുരുവേ എന്റെ അകമേ വാഴും സുഖമേ. ആത്മാവ് കൊണ്ട് തന്നെ തിരിച്ചറിയും. നിരന്തരമായ കർമ്മങ്ങൾ അതിനു വേണ്ടിയാണ്. വലിയ ബലമൊക്കെ പിടിച്ചിവിടെ വന്ന് പല ആളുകളും ഉണ്ട്. കൈയൊക്കെ പുറകെ കെട്ടി സ്വാമി അതെ അങ്ങനെ ഒരു കാര്യം സാധിക്കാനുണ്ടോ, ഒന്ന് സാധിച്ചു കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിരുന്ന ചില ആളുകള് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് വന്നതാ. പക്ഷെ എന്നാലും അങ്ങോട്ട് കുനിയാനും വിനയപ്പെടാനും അത്ര അങ്ങോട്ട് താല്പര്യം പോലെ. അപ്പൊ പിന്നെ ഇങ്ങനെയാണ് ഇപ്പൊ പുറകിലൂടെ കൈ കെട്ടി നെഞ്ചങ്ങ് വിരിച്ച് ഒന്ന് ഞെളിഞ്ഞ് സ്വാമി ശരി
കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കാര്യങ്ങൾ അങ്ങോട്ട് അറിഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കാര്യങ്ങൾ അങ്ങോട്ട് മുട്ടുകാല് എഴിഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ വരും. അതാ പിന്നെ പരുവം. അങ്ങ് താന്ന് ഭക്തി വിനയമനുസരണമിവ ഉത്തമന്മാർക്കുള്ള ലക്ഷണമാണല്ലോ. ഭക്തി വിനയമനുസരണമിവ ഉത്തമന്മാർക്കുള്ള ലക്ഷണമാണല്ലോ. അപ്പോ ഭഗവാൻ ഏത് രീതിയിലാണ് പെരുമാറുന്നത്? ഈ ദാർഷ്ട്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി വന്ന ആളിന്റെ മുമ്പിൽ അങ്ങനെ തോന്നുന്നു, അയ്യോ എവിടുന്നാ വരുന്നേ, എന്താ വിശേഷം, കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലായി. അതിനെന്താന്ന് നമുക്ക് പ്രാർത്ഥിക്കാവേ, നമുക്കെല്ലാം കൂടെ അങ്ങ് പ്രാർത്ഥിക്കാം, എല്ലാം അങ്ങ് നടക്കും, ഭഗവാൻ എല്ലാം അങ്ങ് നടത്തും. ശിവാനന്ദ ഗുരു മരിക്കുന്ന ആളല്ല. മരണമില്ലാതെ ലോകത്തിൽ വാഴുകയാണ്. ഇപ്പൊ ഈ ദേഹം സ്വീകരിച്ചുകൊണ്ട് വാഴുന്നത് ശിവാനന്ദ ഗുരുവാണ്. ഇതിൽ കൂടി നിങ്ങൾക്കുള്ള രക്ഷ ഉണ്ടാകും. ആശ്രയിച്ച് ജീവിച്ചാൽ മതി. അപ്പൊ ആ ദാർഷ്ട്യത്തോടുകൂടി ശരി എന്നൊക്കെ പറഞ്ഞു പോകും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഇതുവരെ ഇല്ലാത്ത ഒരു ആശ്വാസം ആത്മാവിലങ്ങ് അനുഭവപ്പെടുകയാണ്. അപ്പൊ ആ കാര്യം സാധിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും തിരിച്ചു വരും. കാരണം അവിടെ വന്നപ്പോ എന്തോ ഒരു സുഖം തോന്നി എന്നൊരു അറിവ് ആത്മാവിൽ എത്തുകയാണ്. അപ്പൊ വീണ്ടും ആകർഷണം ഉണ്ടാവുകയാണ്. ആദ്യമില്ല സ്വാമി എന്ന് വിളിച്ച ആള് പിന്നെ പൊന്നമ്പുരാനെ എന്നാ വിളിക്കുന്നത്. കലിയുഗേ അവതാരമായ തമ്പുരാ ആദ്യമുണ്ടായിരുന്ന അജ്ഞാനാന്ധകാരങ്ങൾ മാറിപ്പോയപ്പോൾ, അറിവതിലേക്ക് ഉദയം ചെയ്തപ്പോൾ ഭക്തി വിനയം അനുസരണ എന്നിവ ഉണ്ടായി. ക്ഷമയും സഹനശക്തിയും ഉണ്ടായി. ആരോടും സ്നേഹമായി പെരുമാറാനുള്ള ഒരു ശക്തി ഉണ്ടായി. ഇതെല്ലാം ഉത്തമന്മാരുടെ ലക്ഷണങ്ങളാണ്. ചില ആളുകളുടെ വിചാരം ക്രൂരമായി പെരുമാറിയാൽ അതാണ് ധീരത എന്നാണ്. ശക്തമായി വഴക്കുണ്ടാക്കിയാൽ അതാണ് ധീരത എന്നാണ്. ഇല്ല, അങ്ങനെ കലഹമുണ്ടാക്കുന്നത് നരകത്തിന്റെ ശക്തിയാണ്. അതല്ല വേണ്ടത്. ക്ഷമിക്കുന്ന ഹൃദയത്തിൽ വസിക്കുന്നു ഗുരുനാഥൻ. ക്ഷമിക്കുന്ന ഹൃദയത്തിൽ വസിക്കുന്നു ഗുരുനാഥൻ. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ എതിർപ്പുകളെയും ക്ഷമ കൊണ്ട് നേരിടാനാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. ഉന്നതനാകുന്ന ഗുരുവിന്റെ അറിവിനെ ആത്മാവിലായി സ്വീകരിച്ചുകൊണ്ട് ആത്മബോധം ആത്മാവിൽ അറിഞ്ഞ് ആത്മനാഥനോടൊത്ത് ആനന്ദമാടുവാൻ ലഭിച്ചിരിക്കുന്ന ഈ ദിവ്യാവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതെ ഈ ലോകത്തിൽ കാണുന്ന വിവിധ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും വിവിധ വിധത്തിലുള്ള സമ്പ്രദായങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾ അതിന്റെ പുറകെ പോകാതെ ലോകത്തിൽ കാണുന്ന വിവിധ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും വിവിധത്തിലുള്ള സമ്പ്രദായങ്ങളും കണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകാതെ ഏകനാകുന്ന ഗുരു ഏകത്വമാകുന്ന ബോധം ആത്മാവിൽ ഭവിപ്പിച്ച് പരമാത്മാ ജീവാത്മാ ഐക്യം ആത്മാവിൽ അനുഭവമാക്കി ആനന്ദം എനിക്ക് ദാനം ചെയ്യുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടി ഗുരുപാദത്തിൽ ആശ്രയിക്കുക. ഭജി ഭജി മാനസമേ സദ്ഗുരുപാദം ഭജി ഭജി മാനസമേ. തത്വഗുണങ്ങളുടെ
സദ്ഗുരുപാദം ഭജ ഭജ മാനസമേ. ഓ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിനെ, നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിനെ കളങ്ക ഭരിതമായ ഈ ലോകത്തിൽ വെച്ച്, കളങ്കഭരിതമായ ഈ ലോകത്തിൽ വെച്ച്, ഈ മായാ ശരീരത്തിൽ വെച്ച്, ഈ മായാ ശരീരത്തിൽ ഈ വെച്ച്, മായാമനസ്സോടുകൂടി ജീവിക്കുന്ന ഈ കാലത്ത്, ഈ മായാമനസ്സോടുകൂടി ജീവിക്കുന്ന ഈ കാലത്ത്, ആത്മാവിനെ ഭജിക്കുവാൻ കിട്ടിയിരിക്കുന്ന ഈ അവസരം, ആത്മാവിനെ ഭജിക്കുവാൻ കിട്ടിയിരിക്കുന്ന ഈ അവസരം, ഒരു കാരണവശാലും ഇതിന്റെ ഭാഗ്യാവസ്ഥകളെ നിങ്ങൾ മറന്നു പോകരുത്. ഒരു കാരണവശാലും ഇതിന്റെ ഭാഗ്യാവസ്ഥകളെ നമ്മൾ മറന്നുപോകരുത്. ഓരോരുത്തർക്കും വിവിധ വിധത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഓരോരുത്തർക്കും വിവിധ വിധത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന അറിവുകൾ പോലും നിങ്ങളിൽ വിവിധ വിധത്തിലാണ് പതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കൽപ്പിക്കുന്ന ഈ അറിവുകൾ പോലും നമ്മളിൽ വിവിധ വിധത്തിലാണ് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അറിവുകൾ നിങ്ങളുടെ കർമ്മം കൊണ്ടാണ് വീണ്ടും ഒരേ രൂപത്തിലായിത്തീരേണ്ടത്. നമ്മുടെ കർമ്മം കൊണ്ടാണ് വീണ്ടും ഒരേ രൂപത്തിലായിത്തീരുന്നത്. ഈ വിവിധ വിധത്തിൽ പതിക്കുന്നത് എന്തുകൊണ്ടാണ്? വിവിധ വിധത്തിൽ പതിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയങ്ങൾ വിവിധ വിധത്തിലായിരിക്കുന്നത് കൊണ്ടാണ്. ഹൃദയങ്ങൾ വിവിധ വിധത്തിലായിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം വിവിധ വിധത്തിലായത് എന്തുകൊണ്ടാണ്? വിവിധ വിധത്തിലായത് എന്തുകൊണ്ടാണ്? ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പോകാത്തത് കൊണ്ടാണ്. ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പോകാത്തത്. ഇവിടെ നിന്ന് ഞാൻ നൽകുന്നത് ഒരറിവാണ്, ഭഗവാൻ ഇവിടെ നിന്ന് കൽപ്പിക്കുന്നത് ഒരറിവാണ്, ഒരാചാര വഴിയാണ്, ഒരാചാര വഴിയാണ്, ഒരു ആരാധന വഴിയാണ്, ഒരാരാധന വഴിയാണ്, ഒരാശ്വാസമേ ഉള്ളൂ, ഒരാനന്ദമേ ഉള്ളൂ, ഒരു നാമസങ്കീർത്തനമേ ഉള്ളൂ. അതിലേക്ക് എത്തുവാൻ ഏകത്വമായ ബോധം ഏവർക്കും ഒരുപോലെ. ഏകിയെങ്കിലല്ലാതെ മോക്ഷം സിദ്ധമാകില്ല. ഏതെല്ലാം മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചാലും ഈ ഒറ്റ വഴിയിൽ എത്താതെ, ഈ ഒരു സ്ഥാനത്ത് എത്താതെ ആർക്കും മോക്ഷം ലഭിക്കില്ല. അതുകൊണ്ട് നമുക്ക് അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. ഓ നമ്മുടെ സർവ്വകാര്യങ്ങളും ഗുരുവിന്റെ ഹിതമായി മാറണം. ഞാൻ ധാരാസ്തുതിയിൽ പ്രത്യേകമായി പറഞ്ഞു പഞ്ചശുദ്ധികളെ പറ്റി. നമ്മുടെ കുടുംബം എങ്ങനെ സൂക്ഷിക്കണം, ശരീരം എങ്ങനെ സൂക്ഷിക്കണം, പിന്നെ ചിന്ത എങ്ങനെ സൂക്ഷിക്കണം, പിന്നെ ആന്തരികം എങ്ങനെ സൂക്ഷിക്കണം, പിന്നെ ആത്മാവ് എങ്ങനെ സൂക്ഷിക്കണം. ഇത് കൃത്യമായിട്ട് കൂടുതൽ വിശദമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് താരാസ്തുതിയിൽ സംസാരിച്ചത്. അത് താരാസ്തുതിയിൽ ബന്ധിച്ചിട്ടില്ലാത്തവർ അതിന്റെ വിശദാമിതമായ കാര്യങ്ങൾ താരാസ്തുതിയിൽ ഇരുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. കൃത്യമായി ഇതെല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അനാവശ്യമായി വന്ന് കയറുവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനോ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ കാശ് മുടക്കി പണിത് സുന്ദരമായി സൂക്ഷിച്ചിരിക്കുന്ന ഭവനത്തിൽ ഇങ്ങനെ ദേശാടനം നടത്തുന്ന കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് കയറിയാ താമസിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുമോ? അനുവദിക്കുമോ? ഇല്ല, ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല. നമുക്ക് 3-4 പേർക്ക് കഷ്ടിച്ച് താമസിക്കാനുള്ള വിധത്തിലാണ് നമ്മളത് ഒരുക്കിയിരിക്കുന്നത്.
ജീവിക്കുവാൻ തക്ക വിധത്തിൽ അതിൻ്റെതായ പരിശുദ്ധതയോടുകൂടി നിലനിർത്തിയിരിക്കുകയാണ്. അതിന്റേതായ പരിശുദ്ധതയോടുകൂടി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്ന് കയറിയാൽ നമ്മൾ അവിടെ താമസിക്കാൻ കൊടുക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്നു കയറിയാൽ നമ്മൾ അവിടെ താമസിക്കാൻ കൊടുക്കുകയില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരവും സൂക്ഷിക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരവും ആവശ്യമില്ലാത്ത നോട്ടം, ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാനോ ചെയ്യിക്കാനോ ഇടയാകരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ വിശദമായി പറയുന്നില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സൗന്ദര്യം അത് പുരുഷന്റെ ആയാലും സ്ത്രീയുടേതായാലും അത് ഉപയോഗിക്കുവാൻ ലോകത്തിൽ അതിൻ്റെതായ ഒരു കർത്താവ് ഉണ്ടാകും. രണ്ടുപേർക്കും അത് കർത്താവ് എന്നങ്ങ് പറയുന്നു എന്നുള്ളത് രണ്ടുപേർക്കും ഒരുപോലെയാണ്. ആ വിധത്തിൽ ഒരാളുണ്ടാവും. ആ ആളിനെ അതിന്റെ അധികാരം ഉണ്ടാകാവും. അല്ല നാട്ടുകാർക്ക് മുഴുവൻ അതിന്റെ അധികാരം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകരുത്. ഒരു കാരണവശാലും അങ്ങനെ പോകരുത്. ഇപ്പൊ നമ്മുടെ വസ്ത്രധാരണമായാലും നമ്മുടെ ഭാഷയായാലും നമ്മുടെ അംഗവിക്ഷേപങ്ങളായാലും ചലനങ്ങളായാലും ഇതെല്ലാം അറിവിന് അടങ്ങിയായിരിക്കണം. ചില ആളുകൾ ഒരിടത്തൂടെ നടന്നു പോകുന്ന കണ്ടാൽ വശക്കേട് ഉള്ളി നമുക്കൊന്ന് മുട്ടി നോക്കാൻ തോന്നിക്കും. ആർക്ക്? ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കോമാളികൾ ഉണ്ടല്ലോ, അവരന്നേരം അതിന് തക്കം പാർത്തിരിക്കുകയാണ്. എന്നാൽ ഈ അറിവിൽ കൂടിയാണ് നമ്മുടെ ചലനവും സഞ്ചാരവും എങ്കിൽ ഒന്ന് നോക്കിപ്പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഇത് സത്യമായ കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഭവമുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ചില ആളുകൾക്ക് ഇതൊന്നും പോരാ, ഞങ്ങളെ 10 പേര് നോക്കണം എന്നുള്ള ചിന്തയിലാണ് ഇറങ്ങി പുറപ്പെടുന്നത്. ഈ ഉന്നതമാകുന്ന ആത്മീയ വേദിയിൽ നിന്നുകൊണ്ട് ഇത് പറയേണ്ടി വരുന്നത് ഒരു വലിയ ദുരവസ്ഥയാണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ വസ്ത്രധാരണം വളരെ ശ്രദ്ധിച്ചേ പറ്റൂ. നിയമപ്രകാരമുള്ള വസ്ത്രധാരണം മതി നമുക്ക്. അല്ലാതുള്ള രീതികളൊക്കെ ഉപേക്ഷിച്ചു കളയുക. വളരെ അച്ചടക്കത്തോടുകൂടി ലോകരംഗത്ത് ജീവിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ദുഃഖം വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ ഒരു ആവശ്യം, നിങ്ങളുടെ ഏറ്റവും മംഗളകരമായ ഒരു കാര്യം നടക്കേണ്ടതായി വരുമ്പോഴോ ഗുരുവിന്റെ ആവശ്യമുണ്ട് എന്ന് പൂർണ്ണബോധ്യമുണ്ടെങ്കിൽ അത് കൂടാതെ നടത്തുവാൻ കഴിയില്ല എന്ന് പൂർണ്ണബോധ്യമുണ്ടെങ്കിൽ ഇച്ഛയ്ക്കൊത്ത് ജീവിതം ചെയ്യുക. തിരുഹിതമായി തീരട്ടെ ഓരോരുത്തരും. ഓരോ ചിന്തകളും ഓരോ വാക്കുകളും ഓരോ കർമ്മങ്ങളും ഗുരുവിരഹിതമായി ഒരു ഭാഗത്തിൽ സമർപ്പിക്കുവാൻ തിരുമുൽ കാഴ്ച വയ്ക്കണം. സൽക്കർമ്മ ഫലമല്ല എന്നാളും അതല്ലാതെ സമർപ്പിക്കാൻ ഒന്നുമില്ല. ആദ്യകാലത്തുള്ള എന്റെ ഭക്തപരമ്പരകൾക്ക് ഒരു പൈസ, ഒരു നയാ പൈസ എടുത്തുകൊണ്ട് ദക്ഷിണ തരാൻ ഇല്ലാത്തവരായിരുന്നു. പക്ഷേ അന്നത്തെ ആരാധന എത്രത്തോളം ഗംഭീരമായിട്ടും അനുഗ്രഹമായിട്ടുമാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ധനത്തിന്റെ വലിപ്പം നോക്കി അനുഗ്രഹിക്കുന്ന ആളല്ല ശിവാനന്ദ ഗുരു. ഹൃദയം നോക്കിയാണ് എഴുന്നള്ളുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പരിശുദ്ധമായ ജീവിതം നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. ആപത്തനർത്ഥങ്ങൾ ഒഴിവാക്കും. അനാവശ്യമായ അപകടങ്ങൾ ഒഴിവാക്കും. ആ ഉന്നതനാകുന്ന ദൈവത്തിന്റെ കാരുണ്യം എപ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കും. നിങ്ങളുടെ ഏത് കാര്യമായാലും എന്റെ ഗുരുവേ എന്നൊന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ പണ്ട് പുരാണത്തിൽ പറയുന്നത് പോലെ മങ്ങാട്ടച്ചൻ പൂന്താനത്തെ രക്ഷിച്ചതുപോലെ അത്ഭുത വേഷധാരിയായ അത്ഭുത പുരുഷൻ നിന്റെ മധ്യത്തിൽ എഴുന്നള്ളി നിന്നെ വീണ്ടെടുക്കുകയും രക്ഷിക്കുകയും ചെയ്യും. സത്യം. ആ ഉന്നതനാകുന്ന ഗുരു നിന്നെ വീണ്ടെടുക്കും. അതിന് നീ സംശയിക്കേണ്ട. സത്യം പാലിച്ചാണ് നീ ജീവിക്കുന്നതെങ്കിൽ ഏത് ദുർഘടമായ അവസ്ഥയിലും നിനക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാം.
സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാം. ഒരാപത്തും നിനക്കുണ്ടാവുകയില്ല, ഒരനർത്ഥവും നിനക്കുണ്ടാവുകയില്ല. അങ്ങനെ എത്രയോ സന്താനങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു, എത്രയോ അത്ഭുത കർമ്മങ്ങൾ നടന്നിരിക്കുന്നു. അതുകൊണ്ട് അത്ഭുത പുരുഷന്റെ കാരുണ്യം എപ്പോഴും നീ അറിയണമേ. അത്ഭുത പുരുഷന്റെ കാരുണ്യം എപ്പോഴും നീ അറിയണമേ.
നിയമാദികളെ കൃത്യമായി പരിപാലിച്ച് ആത്മരൂപം സത്യരൂപമാക്കി തീർത്ത് ആത്മരൂപം സത്യരൂപമാക്കി സത്യലോകത്തിലേക്ക് പ്രവേശിച്ച് സത്യലോകത്തിലേക്ക് ഓ ആ പരമാനന്ദമാകുന്ന ശുഭാനന്ദം അനുഭവിച്ച് ആ പരമാനന്ദമാകുന്ന ശുഭാനന്ദം അനുഭവിച്ച് എപ്പോഴും ആനന്ദമാടുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആനന്ദമാടുവാൻ ജഗദീശ്വരൻ നമ്മളെല്ലാം ഈ അനുഗ്രഹിക്കും. അറിയിക്കുന്ന അറിവുകളെ കൽപ്പിച്ചറിയിക്കുന്ന അറിവുകളെ ഒരു ഗ്രന്ഥത്തിൽ എന്നതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് ഒരു ഗ്രന്ഥത്തിൽ എന്നതുപോലെ നമ്മൾ നിങ്ങളുടെ ഹൃദയ ഗ്രന്ഥത്തിൽ സൂക്ഷിച്ച് ഹൃദയഗ്രന്ഥത്തിൽ സൂക്ഷിച്ച് വീണ്ടും വീണ്ടും അതിനെ പര്യാലോചിച്ച് വീണ്ടും വീണ്ടും അതിനെ പര്യാലോചിച്ച് ഉത്തമവും പരമപവിത്രവുമായ ഒരു ജീവിതം ചെയ്യുവാൻ ഉത്തമവും പരമപവിത്രവുമായ ഒരു ജീവിതം ചെയ്യുവാൻ പരിശുദ്ധാത്മാവാകുന്ന പരമാത്മാവ് നിങ്ങൾക്ക് തുണയായിരിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവാകുന്ന പരമാത്മാവ് നമുക്ക് തുണയായിരിക്കും. ഇന്ന് ഈ ആരാധനയിൽ വന്ന് ബന്ധിച്ചിരിക്കുന്ന ഈ ആരാധനയിൽ വന്ന് എല്ലാ ഹൃദയങ്ങളെയും ഞാനിതാ തൊട്ടുണർത്തിയിരിക്കുകയാണ്. ഹൃദയങ്ങളെല്ലാം തൊട്ടുണർത്തിയിരിക്കുകയാണ്. നിങ്ങൾ അന്ധകാരത്തിൽ പോയി വീണ്ടും മയക്കത്തിലേക്ക് പോകാതെ അന്ധകാരത്തിലേക്ക് പോയി വീണ്ടും മയക്കത്തിലേക്ക് പോകാതെ തീവ്രമായ ജ്ഞാനവൈരാഗ്യത്തോടുകൂടി തീവ്രമായ ജ്ഞാനവൈരാഗ്യം ഈ അറിവുകളെ ചിന്തിച്ചും ഈ അറിവുകളെ ചിന്തിച്ച് ഈ അറിവുകൾ ഉള്ളടക്കമായിരിക്കുന്ന കീർത്തനങ്ങളെ ആലപിച്ചും ഈ അറിവുകൾ ഉള്ളടക്കമായിരിക്കുന്ന കീർത്തനങ്ങളെ ജന്മാന്തര ജ്ഞാനോപദേശത്തെ ധ്യാനിച്ചും ജന്മാന്തര ജ്ഞാനോപദേശത്തെ കൃത്യമായ സത്യജീവിതം നയിച്ചും കൃത്യമായ സത്യജീവിതം നയിച്ച് ഉന്നതനാകുന്ന ഗുരുവിനോട് ചേർന്ന് ആനന്ദമായി ജീവിക്കുവാൻ ഈശ്വരൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗുരുവിനോട് ചേർന്ന് ആനന്ദമായി ജീവിക്കുവാൻ ജഗദീശ്വരനെ അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം അർപ്പിച്ച എല്ലാ നേർച്ചകളും ഇതാ സ്വീകരിക്കുന്നു. സമർപ്പിച്ച നേർച്ചകളെല്ലാം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നടക്കാനിരിക്കുന്ന പൂഞ്ഞാർ ശാഖാശ്രമ വാർഷികം ഈ മാസം 27-ാം തീയതിയാണ്. ഈ മാസം 27 കഴിയുന്നിടത്തോളം സന്താനങ്ങൾ അവിടെ പോയി കഴിയുന്നിടത്തോളം ഭഗവത് സന്താനം വേണ്ടുന്നതായ സഹായ സഹകരണങ്ങൾ ചെയ്തതിൽ വൻപിച്ച വിജയമാക്കി തീർക്കണമെന്ന് അറിയിക്കുകയാണ്. സഹായ സഹകരണങ്ങൾ ചെയ്ത് ഒരു വൻപിച്ച വിജയമാക്കി തീർക്കണമെന്ന് കൽപ്പിക്കുക. അതുപോലെ നടക്കാനിരിക്കുന്ന ഉത്രാടം ജന്മനക്ഷത്രം, അതുപോലെ നടക്കുവാനിരിക്കുന്ന ഉത്രാടം ജന്മനക്ഷത്രം, മഹാധാരാസ്തുതി, മഹാസമാധി ദിനാചരണം എല്ലാം ഉന്നതമായി നടത്തപ്പെടുവാൻ നമുക്ക് ഒത്തു പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പല കുടുംബങ്ങളിൽ നിന്നും പല ആത്മാക്കൾ കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ സന്യാസ പരമ്പരകളിൽപ്പെട്ട ആനന്ദതീർത്ഥൻ എന്ന സന്യാസിവര്യൻ ദേഹം വിട്ടുപോയിരിക്കുന്നു. ആത്മാവായി നിലകൊള്ളുന്നു. ശക്തി ആ തിരുഹൃദയത്തിലേക്ക് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഗുരുപൂജാനന്ദ സ്വാമിയുടെ മകൻ വളരെ അവിചാരിതമായ ഒരു മരണം സംഭവിച്ചു. അതും ആത്മാവിന് ശാന്തി നൽകുവാനും ശേഷിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് ആ ദുഃഖത്തെ അതിജീവിക്കുവാനുള്ള മനഃശക്തി ദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ആലപ്പുഴയിലുള്ള നമ്മുടെ മോഹനം ഭക്തൻ കടന്നുപോയി. ഈ ചെറുകോൽ താമസിച്ചിരുന്ന നമ്മുടെ കുട്ടപ്പ സാറ് കടന്നുപോയി. ഇവരുടെ എല്ലാം ആത്മാവിനെ ഈശ്വരൻ സ്വീകരിക്കട്ടെ. അതിവിശിഷ്ടമായ ആ തിരുഹൃദയത്തിലേക്ക് സ്വീകരിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവം ഈ ലോകത്തിൽ ഇപ്രകാരം മാറി മാറി ദേഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അത്ഭുതവാഴ്ച നടത്തുന്നു എന്ന പരമസത്യം ലോകത്തെ വിളംബരം ചെയ്യുവാൻ വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മഹാഗോപുരം അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ മഹാചൈതന്യവാനാകുന്ന ജഗദീശ്വരനോട് ഉറ്റു പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് ദാനം ചെയ്യുമാറാകട്ടെ. ആ മഹാത്ഭുത ഗോപുരം കാണുവാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന ഭക്തഹൃദയങ്ങൾക്ക് ആ സുവർണാവസരം ദാനം ചെയ്യുവാൻ മഹാശക്തി അനുവദിക്കുമാറാകട്ടെ. ആത്മദീപത്തെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടെ കരുതുമാറാകട്ടെ. അതുപോലെ നമ്മുടെ രാജവാൻ ഭക്തരെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മടക്കയാത്രയിൽ കൂട്ടായിരിക്കട്ടെ. വീണ്ടും വന്ന് കാണും വരെ ഈ ആനന്ദം നിങ്ങൾ നിലനിൽക്കട്ടെ. നടത്തപ്പെട്ട കർമ്മങ്ങളെല്ലാം ഓർത്ത് നന്ദിപ്പെട്ട് പ്രാർത്ഥിക്കുക. ഓരോ ദിനവും ശുഭാനന്ദ ചൈതന്യപൂരിതമായ ദിനമായി തീരുവാൻ ഉറ്റു പ്രാർത്ഥിക്കുക. ലോകത്തിലെ അശാന്തികളെല്ലാം ഒഴിവാക്കി